ജെയിംസ് കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇനി ഞാൻ പാൽക്കപ്പയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് പാൽക്കപ്പ കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ എല്ലാവരും പാൽക്കപ്പ കഴിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. എന്തായാലും കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയിലും പാൽക്കപ്പ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ അത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കും. കാരണം നല്ല ടേസ്റ്റാണ്. അപ്പോൾ പാൽക്കപ്പയുടെ കൂടെ നമ്മൾ കഴിക്കുന്നത് നല്ല മുളകിട്ട് കറി വെച്ച മീൻ കറിയോ ബീഫ് കറിയോ ചിക്കൻ കറിയോ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും കോമ്പിനേഷൻ ആയിട്ടുള്ളത് മുളകും പുളിയും ഒക്കെ ചേർത്ത് നമ്മൾ കറി വെക്കുന്ന മീൻ കറി തന്നെയാണ്. ഞാനിതിൻ്റെ കൂടെ കഴിക്കുന്നത് മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സൈഡ് ഡിഷായിട്ട് എടുക്കാം. പക്ഷേ പാൽക്കപ്പ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാനിതിന് തയ്യാറാക്കാനായിട്ട് 1/2 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 2-3 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. പിന്നെ ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ വേവിക്കാനായിട്ട് കട്ട് ചെയ്യുന്നതിലും കുറച്ചുകൂടെ കനത്തിലാണ് ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ പാൽക്കപ്പ വേവിക്കാൻ നമ്മൾ കപ്പ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് വേകുന്ന കപ്പയെ എടുക്കാവുള്ളൂ. ഇത് വെന്ത് ഉടഞ്ഞു വരണം. ഉടഞ്ഞൊക്കെ വന്നാലേ ഈ പാൽക്കപ്പയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ പകുതി വേകാതെയും ശരിക്കും വേകാതെയൊക്കെ ഇരിക്കുന്ന ഒരു 100 കുറവുള്ള കപ്പയാണെങ്കിൽ പാൽക്കപ്പ തയ്യാറാക്കാൻ കൊള്ളത്തില്ല. നമ്മൾ കപ്പ എടുക്കുമ്പോൾ അത്യാവശ്യം 100 നന്നായിട്ട് വേകുന്ന കപ്പ വേണം പാൽക്കപ്പ ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം. ഞാൻ ഇതുപോലെ 2-3 തവണ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. കപ്പ നമ്മൾ പൊളിച്ച് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം 2-3 തവണ കഴുകിയാലേ ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കപ്പ വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് കപ്പ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. സാധാരണ നമ്മൾ കപ്പ വേവിക്കുന്ന പോലെ തന്നെ കപ്പ വേവിച്ചെടുത്താൽ മതി. കപ്പ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ വെക്കുക. കപ്പ വെന്ത് വരുമ്പോൾ നല്ല 100 കപ്പയാണെങ്കിൽ അതിന് സ്റ്റാർച്ച് നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കപ്പ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ വെച്ച് വേണം വേവിക്കാൻ. കപ്പയുടെ ആ ലെവൽ കഴിഞ്ഞ് മുകളിലോട്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം വെച്ചിട്ടുണ്ട്. അത്രയും വെള്ളം വെച്ച് വേണം കപ്പ വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കപ്പ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ബാക്കി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ട് വേവിച്ചാൽ മതി. അധികം വേണ്ട, ജസ്റ്റ് വെന്തിട്ടുണ്ട്, അത് മതി. ഇനി നമുക്കിത് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഞാൻ ഈ സെയിം പാത്രത്തിലേക്ക് തന്നെ എൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഈ കപ്പ അങ്ങിടുകയാണ്. ഇനി നമുക്ക് ഈ കപ്പ ഒന്ന് പതുക്കെ ഉടച്ചു കൊടുക്കുക. അധികം ഉടയ്ക്കണ്ട, ഒന്ന് കുറച്ച് ഉടച്ചാൽ മതി. നമ്മളൊരു സ്പൂൺ വെച്ച് ഉടച്ചാലും മതി, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താലും മതി. കംപ്ലീറ്റ് ഉടയരുത്, ഒന്ന് പകുതി ഉടഞ്ഞ് കിട്ടിയാൽ മതി. അപ്പം നമ്മളിത് ഒന്ന് പകുതി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കീറിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് ഞാനിവിടെ കുറച്ച് ഇങ്ങനെ വലിയ മുളകും ഈ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റുള്ള ചെറിയ മുളക്, കാന്താരി മുളകല്ല കേട്ടോ, കാന്താരി മുളക് പോലെ ഇരിക്കുന്ന ചെറിയൊരു ഉണ്ടമുളകാണ്, അതുകൂടി ഇട്ടിട്ടുണ്ട്. അതിന് നല്ലൊരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റുള്ള മുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ സാധാ പച്ചമുളക് തന്നെ ഇട്ടാൽ മതി. 1/2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ചതച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനൊരു 3/4 കപ്പ് തേങ്ങ എടുത്ത് 3 കപ്പ് വെള്ളം ഒഴിച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ഞാനൊരു 1/2 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 1-ാം പാൽ 2-ാം പാലായിട്ട് എടുത്തിട്ടില്ല, മൊത്തം അങ്ങ് പിഴിഞ്ഞെടുക്കുക. ഇത് 2 പ്രാവശ്യം ഞാൻ പിഴിഞ്ഞെടുത്തു. 2 പ്രാവശ്യം പിഴിഞ്ഞതോടെ ഒന്നിച്ച് മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. നല്ല കട്ടിപ്പാൽ നമ്മൾ ആദ്യമേ ഒഴിക്കരുത്, അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി 3-4 മിനിറ്റ് നമ്മൾ ഇതിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴാണ് ഈ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് കപ്പയിലേക്കൊക്കെ വരുന്നത്. കുറച്ചൊന്ന് കുറുകിയും വരണം. നമ്മുടെ ആവശ്യാനുസരണം ഇത് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചൊന്ന് ഉടച്ചിട്ടുണ്ട്, ബാക്കി ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഉടയ്ക്കണമെങ്കിൽ ഉടയ്ക്കാം. ചെറിയ കഷ്ണങ്ങളും എന്നാൽ കുറച്ച് കുറുകിയതും കൂടി പൊടിയും കൂടി ആയിട്ട് വരും. അപ്പം നമുക്ക് നല്ലൊരു കാണുമ്പോൾ കഷ്ണങ്ങളുണ്ട് താനും, എന്നാൽ ഇത് നല്ല കുറുകി വരാനുള്ളത് നമ്മൾ കുറച്ചൊന്ന് ഉടച്ച് ചേർത്തിട്ടുമുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് മൂടി വെക്കേണ്ട, നമുക്ക് അല്ലാതെ തന്നെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഈ തേങ്ങാപ്പാൽ കിടന്ന് ഈ കപ്പയൊന്ന് വെന്ത് വരുമ്പോഴത്തേന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കപ്പ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഇത് കുറുകിയിരിക്കുന്നത് കൊണ്ട് അടി പിടിക്കാതെ നമ്മൾ ഇളക്കി കൊടുത്ത് വേണം ഒന്ന് തിളപ്പിച്ചെടുക്കാൻ. ഇതുകൊണ്ട് ഇത് തിളച്ച് വരുന്നതേ ഉള്ളൂ, ചൂടായി വരുമ്പം തന്നെ ഇത് കുറുകി വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക.
4-5 മിനിറ്റ് തേങ്ങാപ്പാൽ വേവിച്ചാൽ മതി. അപ്പോൾ ഇതുണ്ട് വെന്ത് വരുമ്പോഴത്തേനും ഇത് കുറുകി വരുന്നുണ്ട്. ഓഫാക്കി കുറച്ച് ചൂട് മാറിക്കഴിഞ്ഞാൽ വീണ്ടും കുറുകും. അതിൻ്റെ അയവനുസരിച്ച് വേണം ഇത് ഓഫാക്കാനായിട്ട്. തീരെ കുറുകി കഴിഞ്ഞിട്ട് ഓഫാക്കി കഴിഞ്ഞാൽ കുറച്ച് ചൂട് മാറി കഴിയുമ്പോഴത്തേനും ഇത് വീണ്ടും കുറുകി വരും. ഈ പാൽക്കപ്പ കുറച്ച് അയഞ്ഞ് വേണം ഇരിക്കാൻ, അധികം കുറുകി പോകരുതേ. ഉപ്പ് നമ്മൾ ആദ്യമേ ഒന്നിച്ചിടരുതേ. തേങ്ങാപ്പാൽ കുറുകി വരുന്ന സമയത്ത് ഇതിൻ്റെ ഉപ്പ് കൂടിപ്പോവും. അതുകൊണ്ട് ആദ്യമേ നമ്മൾ കുറച്ചൊന്ന് ചേർത്തിട്ട് ലാസ്റ്റ് ഒന്ന് കുറുകി വന്നു കഴിയുമ്പോൾ കുറവുണ്ടെങ്കിൽ രണ്ടാമതൊന്നുകൂടി ചേർത്താൽ മതി. ഇതിപ്പോൾ ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നമ്മൾ ലാസ്റ്റ് ചേർക്കുവാണെങ്കിൽ കറിവേപ്പിലയുടെ ടേസ്റ്റ് നന്നായിട്ട് വരും. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ കറിവേപ്പില ചേർക്കാതെ ലാസ്റ്റ് ചേർത്തത്. നമ്മൾ താളിക്കുമ്പോഴും കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങാപ്പാലുണ്ടല്ലോ, അതുകൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കുറുകി വന്നു കഴിഞ്ഞാലും നമുക്ക് ആവശ്യത്തിനൊരയവ് കിട്ടും. കട്ടിപ്പാലാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ അധികം തിളച്ച് വരണ്ട, ചൂടാകുമ്പോഴേ നമുക്ക് ഓഫാക്കാം. ഞാനിത് കട്ടിപ്പാലല്ല, നന്നായിട്ട് അയച്ചെടുത്ത പാൽക്കൊട്ടാണ് ലാസ്റ്റ് കുറച്ച് ചേർക്കുന്നത്. എങ്കിലും അത് കുറുകി വരുമ്പോൾ നമ്മൾ രണ്ടാമത് കുറച്ച് ഒഴിക്കുവാണെങ്കിൽ ഇതിന് അയവ് കറക്റ്റാവും. അധികം കുറുകുന്നതിന് മുമ്പ് ഓഫാക്കിയാലും കുഴപ്പമില്ല. ലാസ്റ്റ് കുറച്ചങ്ങ് ചേർക്കുവാണെങ്കിൽ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി അങ്ങ് കിട്ടും. ഇനിയിപ്പോൾ ഞാൻ രണ്ടാമത് പാല് ചേർത്തിട്ട് ഇത് തിളച്ചിട്ടുണ്ട്. ഇതുണ്ട്. ഇപ്പോൾ ഇത് അയവ് കുറച്ച് കൂടുതലുണ്ട്. കുറച്ച് ചൂട് മാറിക്കഴിയുമ്പോൾ ഇത് കറക്റ്റാവും. അതുകൊണ്ട് ഈ ഒരു അയവിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. താളിച്ച് ചേർക്കാനായിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുമന്നുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ആദ്യമേ ചേർക്കാം. ഇപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് പാൽക്കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ച് നമുക്ക് 2 മിനിറ്റ് ഇത് മൂടി വെക്കാം. അതിനുശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള നല്ല പാൽക്കപ്പ തയ്യാറായിട്ടുണ്ട്. നമുക്ക് പാൽക്കപ്പയുടെ കൂടെ മീൻ കറിയോ ബീഫ് കറിയോ ചിക്കൻ കറിയോ അങ്ങനെ ഏതെങ്കിലും ചേർത്ത് നല്ല ടേസ്റ്റായിട്ട് പാൽക്കപ്പ കഴിക്കാം. മുളകിട്ട മീൻ കറിയോടുകൂടിയാണ് ഇത് കഴിക്കുന്നത്. ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്